ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് ഇന്ന്. നമുക്ക് ഫസ്റ്റ് കാണാം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ്. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദ ആക്ടിവിറ്റീസ് ഓഫ് അവർ ബോഡി ആർ ഹൈലി കോംപ്ലക്സ് ആൻഡ് നീഡ് ടു ബി റെഗുലേറ്റഡ്, and this is regulated up to some extent by our nervous system, and it is also brought about by some chemical regulators called hormones. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റി പറഞ്ഞാൽ ഹൈലി കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറേയൊക്കെ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യും, പിന്നെ കുറേ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് കെമിക്കൽ റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഗ്ലാൻഡ്സ് ആണ്. Endocrine glands are the glands that secrete these chemical regulators called hormones. These glands are also called ductless glands, as their secretions are directly ported to blood and not to duct. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് വേറൊരു പേര് പറയും ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസൈംസും ഹോർമോൺസും ഉണ്ട്. അതിലുള്ള വ്യത്യാസം എന്താ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഓരോ ഡക്റ്റിലേക്ക്, അതായത് ഏതെങ്കിലും ഒരു വെസലിലേക്കൊക്കെയാണ് ഇവർ ഈ സെക്രേഷൻ അതിലേക്കാണ് പോർ ചെയ്യുക. പക്ഷേ ഈ ഹോർമോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ പ്രത്യേകിച്ച് ഡക്റ്റുകളൊന്നുമില്ല. അത് നേരിട്ട് ബ്ലഡിലേക്ക് തന്നെ അലിയിച്ചിട്ടാണ് അതിന് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക. അതാണ് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസ് ആർ ദ സെക്രേഷൻസ് ഫ്രം സ്പെസിഫിക് സെൽസ് ഓർ ഗ്ലാൻഡ്സ് ഇൻ ദ ബോഡി ആൻഡ് ആർ ക്യാരിഡ് ടു ഓൾ പാർട്സ് ത്രൂ ബ്ലഡ്, but their effect is produced at one or more specific parts. അടുത്തത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹോർമോൺസ്. അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹോർമോൺസിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹോർമോൺസ് ആർ സെക്രേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ ഹോർമോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അത് നേരിട്ട് ബ്ലഡിലേക്കാണ് സെക്രേറ്റ് ചെയ്യുക, അതിന് വേറെ ഡക്റ്റുകളൊന്നുമില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ റെഗുലേറ്റ് ബൈ കെമിക്കൽ മീൻസ്, അത് കെമിക്കൽ റെഗുലേറ്റ് ചെയ്യുന്നത് കെമിക്കൽ മീൻസ് വഴിയാണ്. പിന്നെ പറയുന്നത് ദ ആക്ട് ഓൺ ടാർഗറ്റ് സെൽസ് യൂഷ്വലി അവേ ഫ്രം ദെയർ സോഴ്സ്, അത് എവിടെയാണ് ഉണ്ടാക്കുന്നത് അതിന് ദൂരെയുള്ള ഒരു ടാർഗറ്റ് സെല്ലിലാണ് അവർ അത് യൂസ് ചെയ്യാറ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ സ്പീഷീസ് സോ സിമിലർ ഇൻഫ്ലുവൻസ് ഇൻ അതർ സ്പീഷീസ്. ഒരു സ്പീഷീസിൽ ഉണ്ടാക്കിയ സാധനം അതിൻ്റെ മാതിരിയുള്ള സിമിലർ സ്പീഷീസിലും അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. പിന്നെ പറയുന്നത് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ആൻഡ് ആർ ബയോളജിക്കലി വെരി ആക്റ്റീവ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺസ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ചെറിയ ക്വാണ്ടിറ്റി തന്നെ ബയോളജിക്കലി വെരി ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് അതിന് ഒരു എഫക്റ്റ് ഉണ്ടാകും. പിന്നെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ എക്സസ് ഓർ ഡെഫിഷ്യൻസി ബോത്ത് മേ കോസസ് സീരിയസ് കോൺസിക്വൻസസ്. അപ്പോൾ ഹോർമോൺ കൂടിയാലും നല്ലോണം കൂടിയാലും അത് നല്ലോണം കുറഞ്ഞാലും അതിന് പ്രത്യേകമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. പിന്നെ പറയണത് ദേ ആർ നോട്ട് സ്റ്റോർഡ് ഇൻ ദ ബോഡി, അത് ബോഡിയിൽ അധികം സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, എപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ ചെയ്യാറ്. സം ഹോർമോൺസ് ആർ പെപ്റ്റൈഡ്സ്, അമൈൻസ് ആൻഡ് ഈവൻ സ്റ്റെറോയിഡ്സ്. നമുക്ക് മനസ്സിലോർത്ത് വെക്കാം, പെപ്റ്റൈഡ്സ്, അമൈൻസ് ആൻഡ് ഈവൻ സ്റ്റെറോയിഡ്. നമുക്ക് അടുത്തത് കാണാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡ്സാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് പറഞ്ഞു എന്താണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. അതെപ്പോഴും ഓർത്തേക്കണം. നമുക്ക് കാണാം 7 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉള്ളത്, പക്ഷെ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് 4 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ്, പിന്നെ വരുന്നത് പാൻക്രിയാസ്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അതോട് സംബന്ധിച്ച് പറഞ്ഞാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, ഗോണാഡ്സ്. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ്സ് നമുക്ക് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അഡ്രിനൽ ഗ്ലാൻഡ്സ് ആർ ലൈക്ക് ക്യാപ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. അപ്പോൾ എന്താണ് ഈ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ മുകളിൽ ഒരു ചെറിയ ക്യാപ്പ് മാതിരി കാണുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, അഡ്രിനൽ മെഡുല്ല, അഡ്രിനൽ കോർട്ടെക്സ്. ഇത് രണ്ടുമാണ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ 2 പാർട്സ്, ഒന്ന് അഡ്രിനൽ മെഡുല്ല, ഒന്ന് അഡ്രിനൽ കോർട്ടെക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണാം. ഈ 2 ബീൻ ഷേപ്പിൽ കാണുന്നതാണ് കിഡ്നി, അത് നമുക്ക് പറയാം.
ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ചെറിയ ക്യാപ്പ് വയർലെസ്സാണ് അഡ്രിനൽ ഗ്ലാൻഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഒരു ചെറിയ ഫിഗറിൽ കാണാം ഉള്ളിലുള്ള നടുവിലുള്ള ഭാഗത്തിന് നമുക്ക് മിഡിലാന്ന്, ഈ രണ്ട് അറ്റത്ത് മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്നാണ്. അതാണ് നമ്മൾ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. നമുക്ക് അടുത്തത് നോക്കാം അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ മെഡുല്ല എന്താ നോക്കാം. അപ്പോൾ ഇറ്റ് സെക്രീറ്റ്സ് അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുല്ലയാണ്. അതിന് വേറൊരു പേരും പറയും എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയും. നമ്മൾ അഡ്രിനാലിൻ എന്ന് പഠിച്ചാൽ മതി, മറ്റൊന്ന് ഓർത്തൊക്കെ മാത്രം. അഡ്രിനാലിനാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. Adrenaline is a hormone which prepares the body to meet any emergency situation, for fight, to face danger, or for flight, to run away from it. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അതിനെ നേരിടും, ഇല്ലെങ്കിൽ അതിന് പിന്നെ മാറിപ്പോകും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. പിന്നെ when excited or angry, our adrenals produce a lot of adrenaline. നമ്മൾ ദേഷ്യം പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആശ്ചര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രിനാലിനാണ് പ്രൊഡ്യൂസ് ആവുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് അഡ്രിനാലിനാണ്. ഫങ്ഷൻസ് ഓഫ് അഡ്രിനാലിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് അക്കമ്പനിഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതെന്താ ചെയ്യുക, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് സപ്ലൈ ടു ദ മസിൽസ് വൈൽ ഡിക്രീസിങ് ഇറ്റ് ടു സ്കിൻ ആൻഡ് വിസറൽ ഓർഗൻസ്. അപ്പോൾ എന്താണ്, മസിൽസിലേക്കൊക്കെ ബ്ലഡ് കൊടുക്കും. നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫൈറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ്, അതായത് ഇപ്പോൾ മസിൽസിനൊക്കെ കൂടുതൽ ബ്ലഡ് കൊടുത്ത് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആക്കിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യുക. പിന്നെ പറഞ്ഞത് മോർ ഗ്ലൂക്കോസ് റിലീസ്ഡ്. അപ്പോൾ നമുക്കുള്ള എനർജി വേണം, ആ എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് കൂടുതൽ റിലീസ് ചെയ്യും. പിന്നെ പറഞ്ഞത് അഡ്രിനൽ കോർട്ടെക്സ്. നമ്മൾ നേരത്തെ അഡ്രിനൽ മെഡുല്ല പഠിച്ചു, ഇനി അഡ്രിനൽ കോർട്ടെക്സ്. അത് നമുക്ക് കാണുന്നത് ഇറ്റ് സെക്രീറ്റ്സ് മെനി ഹോർമോൺസ് ബട്ട് ദ ബെസ്റ്റ് നോൺ ഈസ് കോർട്ടിസോൺ. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിൽ മെയിനായിട്ടുള്ള ഒരു ഹോർമോൺ ഏതാണ്, കോർട്ടിസോൺ. ദ കോർട്ടിക്കൽ ഹോർമോൺസ് ആർ കാറ്റഗറൈസ്ഡ് ആസ് mineralocorticoids, regulates mineral metabolism, especially Na+ and K+ ions. അപ്പോൾ അത് എന്താണ്, ഈ കോർട്ടിക്കൽ ഹോർമോൺസിനെ കുറച്ചതായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മിനറൽ കോർട്ടിക്കോയിഡ്സ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മിനറൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറയണത് മിനറലോകോർട്ടിക്കോയിഡ്സ് എന്താ ചെയ്യുക, മിനറൽ മെറ്റാബോളിസം. ഇനി അടുത്തത് എന്താണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്താ ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിനൊക്കെ എന്താണ് മെറ്റബോളൈസ് ചെയ്യും. പിന്നെ പറയുന്നത് ഹൈപ്പോ സെക്രീഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് കോസസ് അഡിസൺസ് ഡിസീസ്. നമ്മൾ പഠിച്ചേക്കേണ്ടതാണ്. ഇപ്പോൾ മാത്സ് ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് അളവിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം. ഇത് ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് സെക്രീഷൻ കാരണം. അപ്പോൾ ഹൈപ്പോ സെക്രീഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാകുന്ന ഡിസീസ് എന്താണ്, അഡിസൺസ് ഡിസീസ്. അടുത്തത് നമുക്ക് നോക്കാം ഹൈപ്പർ സെക്രീഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് എന്താ ചെയ്യുക, കുഷിംഗ് സിൻഡ്രോം. ഇത് രണ്ടും നമ്മൾ പഠിച്ചേക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പാൻക്രിയാസ്. അപ്പോൾ അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൽ എന്താ വരുന്നത് നോക്കാം. പാൻക്രിയാസ് ഇസ് ബോത്ത് എ ഡക്ട് ഗ്ലാൻഡ് ആസ് വെൽ ആസ് എ ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ദസ് കോൾഡ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ദ ഹോർമോൺ സെക്രീറ്റിംഗ് സെൽസ് ഓഫ് പാൻക്രിയാസ് ആർ കോൾഡ് ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് ഡക്റ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോർമോൺസും സെക്രീറ്റ് ചെയ്യും, എൻസൈംസും സെക്രീറ്റ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസൈംസിനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡക്റ്റ് വേണം, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഡക്റ്റ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഡക്റ്റും ഉണ്ട്, ഡക്റ്റ് ഇല്ലാതെയുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദസ് കോൾഡ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഹെറ്ററോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസ് ആണ്. എന്താ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്, ഡക്റ്റ് ഉള്ളതും ഡക്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ളൊരു ഗ്ലാൻഡ്, അതാണ് പാൻക്രിയാസ്. അത് പിന്നെ ഈ പാൻക്രിയാസിൽ കുറച്ച് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് സെല്ലുകളുണ്ട്. ആ സെല്ലിലാണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ എൻസൈംസിനൊക്കെ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ്. അപ്പോൾ ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതൊന്ന് പഠിച്ചേക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഐലറ്റ് സെൽസ് പ്രൊഡ്യൂസ് 3 ഹോർമോൺസ്: ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ, പ്രൊഡ്യൂസ്ഡ് ബൈ 3 ഡിഫറെൻറ്റ് സെൽസ് കോൾഡ് ബീറ്റ, ആൽഫ ആൻഡ് ഡെൽറ്റ സെൽസ്. അപ്പോൾ നമുക്ക് കാണാം ഇൻസുലിനും ഗ്ലൂക്കഗോണാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ബീറ്റയും ആൽഫയാണ് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടെണ്ണം പഠിക്കാനുള്ളൂ, സൊമാറ്റോസ്റ്റാറ്റിൻ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ ഏതാണ് റിലീസ് ചെയ്യണത്? ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ റിലീസ് ചെയ്യുക. ഗ്ലൂക്കഗോൺ ആൽഫ സെൽസ്. ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കെങ്കിലും ഷുഗറൊക്കെ ഉണ്ടെച്ചാൽ വലിയ ഷുഗർ ഭയങ്കര കൂടുതലുള്ളവർക്ക് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഇൻസുലിൻ. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗറിൻ്റെ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഇൻസുലിൻ ആവശ്യമുണ്ട്. നമുക്കത് നോക്കാം. പിന്നെ ഇൻസുലിൻ സെക്രീറ്റഡ് ഫ്രം ദ ബീറ്റ സെൽസ് ചെക്സ് ദ റൈസ് ഓഫ് ഷുഗർ ലെവൽ ഇൻ ബ്ലഡ്, നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി സെൽസ്. അപ്പോൾ ഗ്ലൂക്കോസിനെ എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആരെ കൺട്രോൾ ചെയ്യണം? ഇൻസുലിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഡെപ്പോസിഷൻ ഓഫ് എക്സ്ട്രാ ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ ഇൻ ലിവർ ആൻഡ് മസിൽസ്. അപ്പോൾ എന്താണ് എക്സ്ട്രാ വരുന്നത്? നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യും, ലിവറിൽ മസിൽസിലൊക്കെ സ്റ്റോർ ചെയ്ത്. ഞാൻ വരുന്നത് അണ്ടർ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ. അണ്ടർ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറവ് അളവിൽ സെക്രീഷൻ ഉണ്ടാവുക. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ഷുഗർ ഉണ്ടാവുന്നത്. ഇറ്റ് കോസസ് ഡയബറ്റീസ്, മോർ കറക്റ്റ്ലി കോൾഡ് ഡയബറ്റീസ് മെലിറ്റസ് ഓർ ഹൈപ്പർഗ്ലൈസീമിയ. ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഷുഗർ ലെവൽ കൂടും. ഈ ഷുഗർ ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. അല്ലേ? ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഇൻ ദ ബ്ലഡ്. നമ്മൾ പറഞ്ഞത് ഗ്രേറ്റ് ഡീൽ ഓഫ് യൂറിൻ ലോഡഡ് വിത്ത് ഷുഗർ. നമ്മുടെ യൂറിനിലൊക്കെ നല്ലോണം ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവും നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ. പിന്നെ പറഞ്ഞത് ഫീൽസ് തേഴ്സ്റ്റി ബിക്കോസ് ഓഫ് ലോസ് ഓഫ് വാട്ടർ ത്രൂ ടു മച്ച് യൂറിനേഷൻ. പിന്നെ ലോസസ് വെയിറ്റ് ആൻഡ് ബിക്കംസ് വീക്കർ ആൻഡ് വീക്കർ. നമ്മുടെ ബോഡിയിലുള്ള ഈ ഗ്ലൂക്കോസാണ് നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ അതായത് ഒന്ന് വളരെ കൂടുകയും പിന്നെ അത് കുറേ ഗ്ലൂക്കോസൊക്കെ യൂറിൻ വഴി പാസ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് കുറയും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും. ഇനി പറയണത് ഓവർ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതെന്താ ഉണ്ടാവുക? ഷുഗർ ലെവൽ ഇൻ ദ ബ്ലഡ് ഈസ് ലോവേഡ്. നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ നല്ലോണം കുറയും. ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ. എന്താണ്? നേരത്തെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഹൈപ്പർ ഗ്ലൈസീമിയ. ഇത് ഹൈപ്പോഗ്ലൈസീമിയ. അത് നമ്മൾ ഹൈപ്പർ അത് വെച്ച് പഠിച്ചാൽ മതി. പിന്നെ ബ്രെയിൻ മേ എൻ്റർ എ സ്റ്റേറ്റ് ഓഫ് കോമ ഇഫ് ദ ലെവൽ ബിക്കംസ് ടു ലോ ഫോർ ഹ്യൂമൻസ്. അപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റേജിലേക്ക് വരെ പോകാം. കോമ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോധമില്ലാണ്ട് ഏകദേശം നമ്മൾ മരിച്ച മാതിരി ഇങ്ങനെ കിടക്കുക, പക്ഷേ ജീവനുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിയിൽ കിടക്കുന്നതിനാണ് നമ്മൾ കോമ സ്റ്റേജ് പറയുക. അപ്പോൾ എന്താണ്? ഷുഗർ ലെവൽ നല്ല ലോ ആയിട്ട് കുറച്ച് മിനിറ്റുകൾ വരെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോമ സ്റ്റേജിലേക്ക് പോയി എന്ന് വരാം. പിന്നെ പറഞ്ഞാൽ ഇഫ് ആൻ ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ ഈസ് ഗിവൺ ടു എ ഡയബറ്റിക് പേഷ്യൻറ്റ്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ഓവർ ഡോസ് ആയിട്ട് ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ദ പേഷ്യൻസ് മേ ബിക്കം അൺകോൺഷ്യസ്. അപ്പോൾ ഇൻസുലിൻ ഒരളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവാം. ദിസ് ഈസ് കോൾഡ് ഇൻസുലിൻ ഷോക്ക് ഓർ ഹൈപ്പോഗ്ലൈസീമിയ. ഇതിനാണ് നമ്മൾ ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുക. നമുക്ക് അടുത്ത എന്താ നോക്കാം. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ബൈ ആൽഫ സെൽസ്. നേരത്തെ പറഞ്ഞു ഇൻസുലിൻ ഏതാണ്? ബീറ്റ സെൽസ്. ഗ്ലൂക്കഗോൺ ആൽഫ സെൽസ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ദസ് ഇറ്റ് റൈസസ് ഷുഗർ ലെവൽ ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ഷുഗറിനെ കൺട്രോൾ ചെയ്തിട്ട് എക്സസ് ഗ്ലൂക്കോസിനെ വരുന്നതൊക്കെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യും. ഈ ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി കൊടുക്കും. അപ്പോൾ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ കണ്ടൻറ്റ് കൂടും. നമുക്ക് രണ്ടും വേണം, രണ്ടും ഒരു ബാലൻസിങ് ആണ്. ഇൻസുലിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷുഗർ കൂടുമ്പോൾ കുറച്ച് ബാലൻസ് ചെയ്ത് വയ്ക്കാൻ. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയണ സമയത്ത്
ഈ ഗ്ലൈക്കോജനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കിയിട്ട് ഷുഗർ ലെവൽ കൂട്ടിയിട്ട് ബാലൻസ് ചെയ്ത് വയ്ക്കാം. ഇത് രണ്ടും അങ്ങനെ ബാലൻസിൽ പോകുന്ന 2 ഹോർമോൺസാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് നമുക്ക് നോക്കിയറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന മെയിൻ ആയിട്ടുള്ള ഗ്ലാൻഡ് അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിലും പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.